എല്ലാവർക്കും സ്കൂട്ട് ടൂറിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മുടെ കേരള കാശ്മീർ യാത്രയിൽ നമുക്ക് തന്നെ വന്നൊരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ആക്ഷൻ ക്യാമറ എങ്ങനെയും മൗണ്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ക്യാമറ നമ്മുടെ കയ്യിലുണ്ട്. ഇതായിരുന്നു നമ്മുടെ ക്യാമിൻ്റെ SJ6 എന്ന് പറഞ്ഞ ക്യാമറ. ഈ ക്യാമറ നമുക്ക് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഹെൽമെറ്റ് വന്നിട്ട് ഓഫ് റോഡ് ഹെൽമെറ്റ് ആയിരുന്നു. വേഗയുടെ ഈ ഓഫ് റോഡ് ഹെൽമെറ്റാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഹെൽമെറ്റിന് എന്താണെന്ന് വെച്ചാൽ പ്രശ്നം പറ്റിയത് ഇതിൽ നമ്മുടെ ക്യാമറ മൗണ്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഭാഗമാണ് ഇതിൻ്റെ നമ്മുടെ ഓഫ് റോഡ് ഹെൽമെറ്റുകൾക്ക് വരിക. അത് പൊതുവിൽ വേഗയുടെയും മറ്റ് ഓഫ് റോഡ് ഹെൽമെറ്റുകൾക്കെല്ലാം ഈ ഒരു പൊസിഷനാണ് വരിക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു മൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ചെരിഞ്ഞിരിക്കും, ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കും. അതുകൊണ്ട് നമ്മൾ പല സമയത്തും എന്ത് ചെയ്തതെന്ന് വെച്ചാൽ യാത്രകളിൽ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കയ്യിൽ തന്നെ ക്യാമറ പിടിച്ചുകൊണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ക്യാമറകളിൽ ഉണ്ടായിരുന്നു. കുറേ തവണ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുടെ ഹെൽമെറ്റ് നോർമൽ ഹെൽമെറ്റ് ആയിരുന്നു, അതിലാണ് ഇത് മൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതിൽ ഹെൽമെറ്റിൽ ഈ ക്യാമറ വെക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് വരുന്നത്. പലരും ഇവിടെ ഒരു ഹോളെടുത്ത് ഹെൽമെറ്റിൻ്റെ നാശകോശമാക്കിയ ശേഷമാണ് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ അന്ന് കുറേ നോക്കി എങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ഒരു ഹോളടിച്ച് അതിൽ മൗണ്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനൊരു പ്രതിവിധി ആയിട്ട് നമ്മളൊരു സാധനം ഇന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. നമുക്കത് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ്, ആക്ഷൻ Pro.in. അപ്പോൾ ഇതിൻ്റെ ഒരു ഹെൽമെറ്റ് മൗണ്ടാണ് ആക്ഷൻ. അതായത് ഇങ്ങനെയുള്ള ഹെൽമെറ്റ് മൗണ്ട് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് ഹെൽമെറ്റിൽ സ്ട്രാപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുന്നുണ്ട്. അൺബോക്സിങ്ങിൽ ഇതിലിങ്ങനെ ഒരു കവറിൽ ഈ ഒരു ഹെൽമെറ്റ് മൗണ്ടും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഇതുമാണ് കിട്ടുന്നത്. നമുക്ക് ഇത് കാണാം. അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്, റബ്ബറിൻ്റെ മെറ്റീരിയലാണ്, ഒരു ചെറിയ ഗ്രിപ്പുള്ള മെറ്റീരിയൽ വരുന്നുണ്ട്. പിന്നെ ഈ ടൈപ്പിലുള്ള സ്ട്രാപ്പാണ് ഇതിന് വരുന്നത്. പിന്നെ ഇത് ഈ രീതിയിലാണ് ഇതിൻ്റെ ഇതുള്ളത്. നമുക്ക് ഇവിടെയാണ് ക്യാമറ സെറ്റ് ചെയ്യേണ്ടത്. ക്യാമറ സെറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഹുക്കും കൂടി നമ്മൾ തരുന്നുണ്ട് അവർ. ഈ രീതിയിൽ നമുക്ക് ഇതിലേക്ക് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഇവിടെയാണ് നമ്മുടെ ക്യാമറ. ആക്ഷൻ ക്യാമറ കയ്യിലുണ്ട്. നമ്മുടെ ക്യാമറ ഈ രീതിയിൽ നമുക്കിവിടെ ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇങ്ങനെ ഇരിക്കും നമ്മുടെ ക്യാമറ. ഹെൽമെറ്റിൽ ഇങ്ങനെ ഉണ്ടാവും, ഈ ഭാഗത്ത് വരും. നമുക്കിത് ഹെൽമെറ്റിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. ഈ ഹെൽമെറ്റിൻ്റെ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഈ സാധനം ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ രണ്ട് വള്ളിയും എടുത്ത് ഉള്ളിലോട്ടിട്ട് ഇത് നമ്മൾക്കൊന്ന് സ്ട്രാപ്പ് ചെയ്യണം. അങ്ങനെയാണ് ഈ ഹെൽമെറ്റിലേക്ക് ഇത് വെക്കുക. അപ്പോൾ ഈ സ്ട്രാപ്പിൻ്റെ വള്ളി നമ്മുടെ ഹെൽമെറ്റിന് ഉൾവശത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഈ ഹുക്കിൽ കൂടി ഇട്ട് ഇങ്ങനെ ഹെൽമെറ്റിനുള്ളിലേക്ക് എടുത്ത് ഇത് വലിച്ച് ടൈറ്റാക്കിയ ശേഷം ഇവിടുന്ന് ഈ ലോക്ക് അമർത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒന്ന് ആക്കി പിന്നെ അടുത്ത സൈഡിൽ നമ്മൾ ഇതേപോലെ തന്നെ ഹെൽമെറ്റിനുള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് എടുത്ത് വലിച്ച ശേഷം നമ്മളിത് സെറ്റാക്കുകയാണ്. ഇത് ഏകദേശം അത്യാവശ്യം ടൈറ്റ് ആക്കണം. നമ്മുടെ ഹെൽമെറ്റിൽ ഷെയ്ക്ക് വരാത്ത രീതിയിൽ ഈ സാധനം നല്ലപോലെ ടൈറ്റ് ആക്കിയെങ്കിലേ നമുക്ക് ഷെയ്ക്ക് ഇല്ലാത്ത രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് നല്ല മാക്സിമം ടൈറ്റിൽ ഈ സാധനം ഇവിടെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ക്ക് ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഹെൽമെറ്റിൽ ഈ മൗണ്ട് സെറ്റായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ മൗണ്ട് ഇവിടെ ഇരിക്കുന്നത്. നമുക്കിത് അതിൻ്റെ ഹൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണേൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇത് വെച്ചാൽ നമ്മുടെ ഹെൽമെറ്റ് സിമ്പിളായിട്ട് അടയുകയും ചെയ്യും. ഇതാണല്ലേ, ഹെൽമെറ്റ് അടയേണ്ട ഭാഗം അടഞ്ഞിട്ടുമുണ്ട്, പക്ഷേ ഒരു കുഴപ്പമില്ലാതെ ഈ രീതിയിൽ ഈ സാധനം ഇവിടെ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് സേഫാണ്, അതുപോലെ ക്യാമറയും സേഫാണ്. ക്യാമറ നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഈ സാധനം ക്യാമറ ഇവിടെ സെറ്റാക്കി വെക്കാം. നമുക്ക് ഇതിൻ്റെ ക്യാമറ എടുത്ത് ഇതിലേക്ക് വെച്ചിരിക്കുന്നു. നമ്മുടെ പൊസിഷൻ അനുസരിച്ച് ക്യാമറ നമുക്ക് സെറ്റാക്കാം. നമ്മുടെ കംഫർട്ട് സോൺ ഏതാണോ അതിനനുസരിച്ച് നമ്മുടെ ക്യാമറ നമുക്ക് സെറ്റാക്കാം. എന്തായാലും ഞാൻ എൻ്റെ ക്യാപ്പ് ഒന്ന് അഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഈ ക്യാമറ ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ക്യാമറ നമ്മൾ വെച്ചു. വേണ്ടില്ല, ഇപ്പോൾ നമ്മുടെ ക്യാമറ നല്ല നമ്മുടെ കംഫർട്ട് സോണിലാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ശല്യമില്ല. ഹെൽമെറ്റ് അടച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ഹെൽമെറ്റ് അടച്ചാലും ഒരു കുഴപ്പമില്ല. നമ്മുടെ വ്യൂ ഹെൽമെറ്റ് നല്ല സേഫായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഇത്ര സിമ്പിളായിട്ട് ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഡ്രൈവിങ്ങിനിടയ്ക്ക് തന്നെ നമുക്കിത് നിയന്ത്രിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇപ്പോൾ ക്യാമറ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഓണാക്കാം. അപ്പോൾ ക്യാമറ ഓണായിട്ടുണ്ട്. ക്യാമറ ഓണായി നമുക്ക് റെക്കോർഡ് ഓപ്ഷൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതിനകത്ത് മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല. നമ്മൾ മെമ്മറി കാർഡ് ഇട്ടിൻ്റെ ഒരു വിഷ്വൽസും കൂടി എടുക്കാം. ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ വിഷ്വൽസും കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ എൻ്റെ വീടിൻ്റെ ഇതിലൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഇതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. നമുക്ക് ഡ്രൈവിങ്ങിനിടയ്ക്ക് തന്നെ സിമ്പിളായിട്ട് ഇതിൻ്റെ സ്വിച്ചുകളെല്ലാം നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് എക്സ്റ്റേണൽ മൈക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് മൈക്ക് കണക്ഷൻ എടുത്ത് ജസ്റ്റ് ഇതിന് ഉള്ളിലോട്ട് കൊടുത്താൽ മതി, ഇത്രയേ ഉണ്ടാവുള്ളൂ.
ഇപ്പോൾ നല്ല കംഫർട്ട്സോടാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ക്യാമറയുടെ ഡയറക്ഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഈ വള്ളി നമുക്ക് ഉള്ളോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതാവുകയും ചെയ്യും. അപ്പോൾ ഇത്ര സിമ്പിളാണ് ഈ സാധനം. ഇതിന് വേണ്ടി എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ ഹെൽമെറ്റ് വൃത്തികേടാക്കുകയോ അതിൻ്റെ രീതിയിൽ മോശമാകുന്ന രീതിയിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ ക്യാമറ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വരുന്നത് ആക്ഷൻ പ്രോ എന്ന ഒരു കമ്പനിയാണ്. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 499 രൂപയാണ് ഈ സാധനത്തിന് വാങ്ങിയത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും ഇങ്ങനെ യാത്ര പോകുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവരുണ്ടെങ്കിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. ഇവിടുന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ അത്യാവശ്യം 3 കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് യാത്ര പോകാം എന്തായാലും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനെ ആൾക്കാർ യാത്ര പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് ഉപകാരത്തിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പ്രൊഡക്റ്റും അല്ലെങ്കിൽ മറ്റൊരു യാത്രകൾ, മറ്റൊരു വണ്ടി, അതിൻ്റെ റിവ്യൂ വിഷയങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.